ഹലോ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വേണ്ട സോയാ സോസും 1 എഗ്ഗും 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 1 ടീസ്പൂൺ മൈദയും ആവശ്യത്തിന് വേണ്ട ഉപ്പും പെപ്പർ പൗഡറും ചേർക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ചിക്കൻ എടുത്ത് നല്ല തിളച്ച ഓയിലിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. ഇനി നമുക്ക് ചില്ലി ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായി വേറൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ച് ആദ്യം തന്നെ ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുക. അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഒനിയൻ ചേർക്കുക. അതിനുശേഷം ക്യാപ്സിക്കവും പച്ചമുളകും ചേർക്കുക. ഇപ്പം ക്യാപ്സിക്കം 3 കളർ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അതിനുശേഷം സവാള ചേർക്കുക. ഇപ്പം ക്യാപ്സിക്കവും സവാളയും നല്ല ചതുരത്തിൽ അരിഞ്ഞ് അത്യാവശ്യം വലുതാക്കി ചതുരത്തിൽ അരിഞ്ഞതായിരിക്കണം. ഈ ക്യാപ്സിക്കോ സവാള ഒന്ന് വാടിപ്പോരുത്, ആ പച്ചൊരിത് എപ്പോഴും വേണം. ഈ ക്യാപ്സിക്കം സവാളയൊക്കെ ഒന്ന് ചെറുതായി ചൂടായാൽ മാത്രം മതി. അതിലേക്ക് ആവശ്യത്തിന് സോയാ സോസും ചൊറുക്കിയും ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. പിന്നെ ആവശ്യത്തിന് വേണ്ട സോസുകളും നമ്മളിവിടെ എടുക്കുന്നത് ചില്ലി സോസും ടൊമാറ്റോ സോസും ആണ്. അതിനൊന്നും കറക്റ്റ് ഏകദേശം അളവില്ല. ഇപ്പം നമ്മളിപ്പോൾ എന്തോരാണ് ഇപ്പോൾ ക്യാപ്സിക്കം നമുക്കൊരു അളവുണ്ടല്ലോ. ഇപ്പോൾ ക്യാപ്സിക്കം സവാളൊക്കെ എന്തോരം എടുത്താണ് അതനുസരിച്ച് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ഗ്രേവി ടൈപ്പ് വരുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാലോ. സോസുകളെല്ലാം ചേർത്ത ശേഷം അതിലേക്ക് തിളച്ച 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഈ കോൺഫ്ലവർ കൂടി 2 ടീസ്പൂൺ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിക്കണം. എങ്കിലാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ല കട്ടി ഉണ്ടാവുള്ളൂ, ഗ്രേവി കുറുകി വരുള്ളൂ. കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് ഈ ഗ്രേവി ഇങ്ങനെ കുറുകി വന്നെ. പിന്നെ ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ട്. കളറൊക്കെ ഇനി നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്താൽ മതി. എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് കളർ ഞാൻ ചേർത്തു. ഇപ്പോൾ ചില്ലി ചിക്കനുള്ള ഗ്രേവി റെഡിയായി. ഇനി നമ്മൾ ആ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഓക്കെ അല്ലേ നോക്കിയിട്ട് നമുക്ക് ആ പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇടാം. എന്നിട്ട് ചില്ലി ചിക്കൻ്റെ മുകളിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഇപ്പോൾ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഏറ്റവും എളുപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ്. പിന്നെ കുറച്ച് പാടെന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള വലിയ ബസ്മതി അരി വേവിക്കണം. നന്നായി വെന്ത് പോകാൻ പാടില്ല, ഒരു 90% മാത്രം അത് വേവാൻ പാടുള്ളൂ. അരി വേവിക്കാൻ നേരത്ത് ആ വെള്ളത്തിലേക്ക് ഉപ്പും ഓയിലും ചേർക്കണം, നല്ലതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ അരിയിൽ വേഗം ഉപ്പ് പിടിച്ചോളും, ഓയിൽ ഇറക്കുമ്പോൾ അരി ഒട്ടി പിടിക്കൂല. അത് നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ഇടാനുള്ള മുട്ട റെഡിയാക്കാം. ഞാനൊരു 7 മുട്ടയാണ് എടുത്തത്. മുട്ടയിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് ചിക്കി പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ഇടാനുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കാം. ചെറുതാക്കി അരിഞ്ഞ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 എഗ്ഗും ചേർത്ത് നന്നായി ഇളക്കി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. വേറൊരു ചട്ടിയിലേക്ക് ഞാനിവിടെ എടുത്തേക്കണത് ഉരുളിയാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് കുറേ ഉണ്ടാക്കിയതുകൊണ്ട് വലിയ പാത്രം വേണമായിരുന്നു. അപ്പോൾ അതിനെ പറ്റി പാത്രം ഇല്ലാത്തതുകൊണ്ട് ഉരുളിയിലാണ് ഉണ്ടാക്കിയത്. ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ആദ്യം ചേർക്കുക. എന്നിട്ട് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ ബീൻസും എല്ലാം ചെറുതാക്കി അരിയണം കേട്ടോ. പിന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാബേജും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചെറുതായി അരിഞ്ഞ വെച്ച സവാളയും ചേർത്ത് നന്നായി ഇളക്കണം. ഇതൊക്കെ വാടിപ്പോവാണ്ട് നോക്കണം. ഇതൊന്നും വാടിപ്പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ പച്ച മണം വേണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അരി ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. വെന്ത് പോയാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് അരി വേവിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് എന്നിട്ട് പറയാം കുറച്ച് നേരം ഫാനിൻ്റെ ചോട്ടിൽ വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഈ അരി ഇങ്ങനെ വിട്ട് കിടക്കണം, എങ്കിലാണ് ടേസ്റ്റ് ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കൂടി ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞൊരിക്കലും ഇരിക്കാൻ പാടില്ല. അതാണ് പറയണത് 90% വേവിക്കാൻ പാടുള്ളൂ എന്ന്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പും ആവശ്യത്തിന് വേണ്ട സോയാ സോസും പെപ്പർ പൗഡറും ചേർത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്ക് റൈസിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള 7 എഗ്ഗ് ആദ്യം ചേർത്ത് കൊടുക്കാം. രണ്ടാമതായി ഫ്രൈ ചെയ്ത ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നേരത്തെ വേവിച്ച റൈസ് ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അവസാനം കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർക്കുക. അത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും.